നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ദേക്കുട്ടി ഇന്റർവ്യൂ ചെയ്ത ആരും അഡ്മിഷൻ കൊടുക്കും അല്ലേ മോളെ? ആരും കണ്ണു വെച്ച് കണ്ണുദോഷം വരാതിരിക്കാനേ മോളെ ഒഴിഞ്ഞിടണമെന്ന് മുത്തശ്ശി പറഞ്ഞു. അച്ഛന്റെ പെൻഷൻ പണം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്റെ മുമ്പേ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. ഈശ്വര, എന്താ മാധവേട്ട വിഷമിച്ചിരിക്കുന്നേ? അല്ലപ്പോ നമ്മുടെ വീടിന്റെ പണി തുടങ്ങണ്ടേ? എന്തു പറ്റി മാധവേട്ട? മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മനോജാണ്. എനിക്ക് കമ്പനിയിൽ നിന്ന് നല്ലൊരു തുക കിട്ടാൻ പോവുകയാണല്ലോ. അപ്പൊ പിന്നെ എന്താ പറ്റിയെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. സാധാരണ മക്കൾ വളർന്ന് പ്രാപ്തിയായാൽ അച്ഛനമ്മമാർക്ക് ആശ്രയമാവും. ഇവിടെ മക്കൾ വളർന്ന് പ്രാപ്തിയായാലും അച്ഛനമ്മമാർക്ക് ബാധ്യത തീരുന്നില്ല. മനസ്സിലായി ചന്ദ്രു, വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ പ്രണയിച്ചതും എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടു പോകുന്നതും തെറ്റാണെന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അന്ന് കോവിലത്തേക്കാൾ വലിയൊരു മാളിക സ്വന്തമായി ഉണ്ടാക്കുമെന്ന് നീ നിന്റെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. ആ മാളികയുടെ പാലുകാച്ചിന് ക്ഷണിക്കാൻ മാത്രമേ ആ വീട്ടിൽ കാലുകുത്തുമെന്ന് ഉഗ്ര ശപഥം നീ നടത്തി. അതും തെറ്റായിപ്പോയിന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഉഗ്ര ശപഥം കൂടി നമ്മൾ ചെയ്യണമായിരുന്നു. നമുക്ക് ഈ ജന്മം കുട്ടികളെ വേണ്ടാന്ന്. അന്ന് അങ്ങനെ ശപഥം ചെയ്ത് ആ ശപഥം നമ്മൾ പാലിച്ചിരുന്നെങ്കിൽ ഒന്നല്ല 9 സ്വപ്നഭവനങ്ങൾ പണിയാമായിരുന്നു. എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും എന്നും സ്വന്തമായിട്ട് കിട്ടുമായിരുന്നു. ഹലോ, നല്ല ആളാ. ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് സമയം കിട്ടിയത്? ആ, അത് പോട്ടെ. എന്തായി കാര്യങ്ങള്? മോനെത്തിയോ? അതൊന്നും സാരമില്ലടോ. ഞാനും കുടുംബവും നേരത്തെ അങ്ങ് എത്തിയേക്കാം. അതുപോലെ. ശരി ശരി, താൻ വന്നോ? പക്ഷേ എപ്പോ വരുമെന്ന് നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം. ആ, ചന്ദ്രയോട് ഞാൻ പറഞ്ഞേക്കാം. ശരി. എന്താ മോളെ ഇത്? ഇപ്പൊ തന്നെ സമയം 8:30 ആയി. 9 മണിക്ക് സ്കൂളിൽ നിൽക്കണമെന്നല്ലേ പറഞ്ഞത്? ദിയക്കുട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ. അച്ഛൻ എത്ര പേരെ കൊണ്ട് ശുപാർശ ചെയ്തിട്ടാണെന്നറിയോ അഡ്മിഷന്റെ കാര്യം ഒരു ധാരണയാക്കിയത്? എന്നിട്ടും അത് ഉറപ്പായിട്ടില്ല. അവര് കുട്ടിയെ കാണട്ടെ, ഇന്റർവ്യൂ ചെയ്യട്ടെ എന്നൊക്കെയാ പറയുന്നത്. എന്റെ ദേക്കുട്ടി ഇന്റർവ്യൂ ചെയ്ത ആരും അഡ്മിഷൻ കൊടുക്കും അല്ലേ മോളെ? ആരും കണ്ണു വെച്ച് കണ്ണുദോഷം വരാതിരിക്കാനേ മോളെ ഒഴിഞ്ഞിടണമെന്ന് മുത്തശ്ശി പറഞ്ഞു. തുപ്പിക്ക്. ഇത് യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോഴല്ലേ സാധാരണ ചെയ്യാറ്?
അച്ഛമ്മ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ചെയ്യും. ആ അല്ല, അച്ഛൻ വരുന്നില്ലേ ടീമോളുടെ അഡ്മിഷന്? ഇല്ല മോളെ, അച്ഛന് അത്യാവശ്യമായിട്ട് കമ്പനി വരെ ഒന്ന് പോണം. മോള് വേഗം പോവാൻ നോക്ക്. ശരി അച്ഛാ, വാ മോളെ. മോളെ, മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ പോയിട്ട് വരട്ടെ. ആ, ഉമ്മ. ആ, പോയി പഠിച്ച് മിടിക്കേട്ട് വാ. ശരി മോളെ, കൊണ്ടാക്കിട്ട് വാ. ശരി അച്ഛാ, പോയിട്ട് വരാം. ശരി മോളെ. പോയിട്ട് വരാം. വാ വാ വാ, ലേറ്റ് ആവും. വാ. ടാറ്റു കൊടുത്തേ. ടാറ്റാ. വന്ദനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമല്ലോ. അതിനെന്തൊരു വഴി? അന്ന് അച്ചമ്മ ഉണ്ടാക്കിയ ബിരിയാണി പുട്ടുമായിട്ട് പോയി. പിന്നീട് ഹരിതയ്ക്ക് കൊടുക്കാനായിട്ടൊരു സാരിയുമായിട്ട് പോയി. ഇനിയിപ്പോ വന്ദനെ കാണാൻ എന്തോ ഒരു കാരണം ഉണ്ടാക്കുക. എന്തായാലും ഹരിത ഒന്ന് വിളിച്ചു നോക്കാം. ഏട്ടനാണല്ലോ. ഹലോ ഏട്ടാ. ആ ഹരിതേ, എനിക്ക് സുഖം തന്നെയല്ലേ? ആ ഏട്ടാ. ആ അല്ല, നീ ഒന്ന് വീണതായിട്ട് സ്വപ്നം കണ്ടു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. മനോജ് ഇവിടെ 24 മണിക്കൂറും ബോഡി ഗാർഡായിട്ട് നിൽക്കുക. അവൻ കാവലിരിക്കുന്നു പോലും. അവൻ എങ്ങോട്ടെങ്കിലും പൊക്കൂടെ? അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി എന്നെ വിളിച്ചു വരുത്താൻ പോലും ആ പെൺകോന്നും സമ്മതിക്കുന്നില്ല. ഹലോ ഹലോ ഹലോ, എന്താ ഏട്ടൊന്നും മിണ്ടാത്ത? ഒന്നുമില്ല. അല്ല, ഞാൻ കൊണ്ടുവന്ന സാരി നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, നല്ല സാരിയാ. എന്നാലും എനിക്ക് മോഡേൺ ഡ്രസ്സിനോടാ താല്പര്യം. അതിനെന്താ, ഇപ്പൊ തന്നെ ഞാൻ മോഡേൺ ഡ്രസ്സുകൾ വാങ്ങി അങ്ങോട്ട് വരാം. ഇപ്പൊ കൊണ്ടുവരാനോ? വേണ്ട ഏട്ടാ, അതൊക്കെ ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് മതി. ഉടനെ ഒന്നും വേണ്ട. വന്ദനെ കാണാനുള്ള ആ അവസരവും അവള് പൊളിച്ചടുക്കി. അല്ല ഹരിതേ, ദീമോൾക്ക് സുഖമാണോ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ദിയമോളെയും കൊണ്ട് വന്ദനേച്ചി പോയിരിക്കുവാ. സ്കൂളിലോ? ഏത് സ്കൂളിൽ ചേർക്കാനാ വന്ദന പോയത്? ദേവിമാത സെൻട്രൽ സ്കൂൾ എന്നാ പറഞ്ഞത്. ആ ശരി, അവള് മിടിക്കുക. അവള് നന്നായിട്ട് പഠിക്കട്ടെ. ആ എന്താ പിന്നെ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി ഏട്ടാ. വന്ദനെ കാണാൻ ഒരു വൈക്കോൽ തുരുമ്പ് കിട്ടി. ദേവി മാതാ സെൻട്രൽ സ്കൂൾ. ഇപ്പൊ അവിടെ ചെന്ന വന്ദനെ കാണാം. ഒട്ടും പ്രതീക്ഷിക്കാതെ വഴിയിൽ വെച്ച് വന്ദനയും നിയമോളെയും കണ്ടതാണെന്നുള്ള കാരണവും പറയാം. ഐഡിയ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.